നമസ്തേ. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എന്താണെന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, തൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ, താൻ നേരിടുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ പങ്കുവെക്കാൻ യോഗ്യനായ അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ഒരാളെ കണ്ടെത്തുന്നതിന് സമൂഹത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുനനെ സംബന്ധിച്ച് അർജുനൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്, അങ്ങനെയുള്ള തൻ്റെ പ്രശ്നങ്ങളെയൊക്കെ പങ്കിടാൻ പരമയോഗ്യനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായിട്ട് ഞാൻ കരുതുന്നു. ഭഗവത്ഗീത ഉപദേശമൊക്കെ ഭഗവാന്റെ കേട്ടതിന് ശേഷം 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ വചനങ്ങളെല്ലാം കേട്ടിട്ട് അതിനോട് അർജുനൻ പ്രതികരിക്കുന്നുണ്ട്. 18-ാമത്തെ അധ്യായം 73-ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെയൊക്കെ ഹീറോ ആയിരുന്ന, ഒരു വേള മനസ്സിൻ്റെ പിടിയൊക്കെ വിട്ടുപോയിരുന്ന, ഇനി എന്ത് എന്ന് ഉള്ള ഒരു വലിയ ചോദ്യചിഹ്നവുമായിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആ മനസ്സിൻ്റെ പിടിവിട്ടുപോയ അവസ്ഥയുടെ കയങ്ങളിലൂടെയൊക്കെ കടന്നുപോയ പ്രിയപ്പെട്ട അർജുനൻ ഭഗവാനോട് പറയുന്ന ഒരു മറുപടിയിലാണ് അർജുനൻ നമ്മുടെ ഹൃദയത്തോട് ഏറെ ചേരുന്നത്. അർജുനൻ പറയും, നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത് പ്രസാദാന്മയ അച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്ഠേ വചനം തവ. സത്യത്തിൽ ഭഗവത്ഗീതയുടെ മൊത്തം കണ്ടന്റ്, ഭഗവത്ഗീത കേട്ട അർജുനനിൽ എന്തു മാറ്റമുണ്ടായി, അർജുനൻ എന്തു മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അർജുനൻ പറയുന്നു, നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത് പ്രസാദാന്മയ അച്യുത. എന്നെ ഏറെ സന്തോഷിപ്പിച്ചത്, എൻ്റെ ഹൃദയത്തോട് ഏറെ ഞാൻ ഏറ്റെടുത്തത് ആ ത്വത് പ്രസാദാന്മയ അച്യുതയാണ്. അർത്ഥം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സിലെ മോശമായ ചിന്തകളൊക്കെ അകന്നു. സ്ഥിതോസ്മി ഗതസന്ദേഹ, എൻ്റെ സന്ദേഹങ്ങൾ, എൻ്റെ സംശയങ്ങൾ, എൻ്റെ വിഷാദമൊക്കെ അകന്നു പോയിരിക്കുന്നു. സ്ഥിതോസ്മി, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഉറച്ചിരിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത് പ്രസാദാന്മയ അച്യുത. അല്ലയോ അച്യുത, അല്ലയോ നാശമില്ലാത്തവനെ ഭഗവാനെ, നിൻ്റെ അനുഗ്രഹം കൊണ്ട് ത്വത് പ്രസാദാന്മയ അച്യുത. ജീവിതത്തിൽ നമ്മൾ എത്ര കേമനാകട്ടെ, ഏതു വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാകട്ടെ, ബാങ്കിൽ $1 മില്യൺ ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് ആകട്ടെ, ഇതൊക്കെയാണെങ്കിലും നിലവിൽ ശ്രീഹരി വാസുദേവ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെങ്കിലും ത്വത് പ്രസാദാന്മയ അച്യുത, ആ അച്യുതൻ്റെ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. തീർച്ചയായും അങ്ങനെയെങ്കിൽ ഈ അച്യുതൻ്റെ ബ്ലെസ്സിങ് എങ്ങനെ ലഭിക്കും? ആരാണ് അച്യുതൻ്റെ ബ്ലെസ്സിങ്ങിന് പാത്രമാകുന്നത്? അതിന് നമ്മൾ എന്ത് തരത്തിലുള്ള ജീവിതക്രമമാണ് നമ്മൾ അവലംബിക്കേണ്ടത്? അതിനെങ്ങനെ ജീവിക്കണം ഈ ലോകത്തിലെ 750-800 കോടി വരുന്ന അർജുനനോട് എന്ന് ഭഗവാൻ പറയുന്ന 700 ശ്ലോകത്തെ നമ്മൾ ഭഗവത്ഗീത എന്ന പേരിൽ ലോകം മുഴുവൻ ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ അത് പഠിപ്പിക്കുന്നു എങ്കിൽ, ആധുനിക കാലഘട്ടത്തിൽ മനഃശാസ്ത്ര രംഗത്തു പോലും ഭഗവത്ഗീതയുടെ പ്രാധാന്യം അത്രമാത്രമെങ്കിൽ, ആ അറിവിന് 51.5 നൂറ്റാണ്ട് മുമ്പ് ഭഗവാൻ ലോകത്തിനായിട്ട് കൊടുത്ത ആ അറിവിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാധാന്യം അത്രയും വലുതാണ്. അപ്പം അത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ആ അച്യുതൻ്റെ അനുഗ്രഹം വേണമെന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ അടിയുറച്ചതാണെങ്കിൽ, ദി മോക്ഷ ലൈഫ് ഫൗണ്ടേഷൻ നവംബർ 27 മുതൽ തുടങ്ങുന്ന ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ഏറെ സ്നേഹത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.